ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാവർക്കും യോജിക്കുന്ന പപ്പായയുടെ ഒരു വൈറ്റനിങ് ബോഡി ലോഷനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഫേസിനായാലും ബോഡിക്കായാലും എന്തിനായാലും നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് അലോവേരയുടെ ജെല്ലും കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഏറ്റവും നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പപ്പായ. പക്ഷേ ഈ ഒരാൾ നമ്മുടെ നാട്ടിലല്ല കേട്ടോ, ഗൾഫിലും അല്ല, തായ്ലൻഡിൽ നിന്ന് വരുന്ന ആളെ കൊണ്ട് കൊണ്ടുവച്ചതാണ്. പപ്പായയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവർക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളതാണ്. പപ്പായ നമ്മൾ നാട്ടിൽ തന്നെ നമുക്ക് യഥേഷ്ടം കിട്ടുന്ന ഒരു കാര്യമാണ് പപ്പായ. നാടൻ പപ്പായ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തിട്ട് നല്ല പഴുത്ത പപ്പായ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ എടുത്ത് മുറിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ഇച്ചിരി ഒരു അരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഫേസിന് നമ്മൾ വിചാരിക്കാത്തൊരു ബ്രൈറ്റ്നെസ് വന്നു ചേരും. അതുപോലെ തന്നെ പപ്പായ ഫേഷ്യലായിട്ട് ഫേസിൽ സാധാ പാക്കായിട്ട് ഇടുവാണെങ്കിലും എങ്ങനെ ഇടുവാണെങ്കിലും ഒരു 10 മിനിറ്റിൻ്റെ കാര്യം കൊണ്ട് നമ്മളൊരു ഫേഷ്യൽ ഫുള്ളായിട്ട് ചെയ്ത ഒരു എഫക്റ്റ് നമുക്ക് എന്തായാലും കിട്ടും. അതെല്ലാവരും പരീക്ഷിച്ച് നോക്കിയതായിരിക്കും. പറ്റുന്നവർ നാട്ടിലുള്ളവരാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടാത്തതുണ്ടാകും. നമുക്കിവിടെ കിട്ടും, പപ്പായ കിട്ടും, പക്ഷേ നാടൻ പപ്പായ കിട്ടത്തില്ല. നമുക്കിവിടെ കിട്ടുന്നത് കശിപ്പപ്പായാണ്, വലിയ പപ്പായ, തീരെ മധുരമില്ലാത്തതും അങ്ങനെ പഴുപ്പിച്ചുണ്ടാക്കുന്ന പപ്പായൊക്കെയാണ് ഇവിടെ കിട്ടുക. ലുലു പോയാൽ പോലും നാടൻ പപ്പായ കിട്ടാൻ യാതൊരു സാധ്യതയില്ല. പ്രത്യേകിച്ച് നാട്ടിലുള്ളവരാണെങ്കിൽ നാട്ടിൽ എല്ലാവർക്കും നമ്മളെല്ലാവരുടെ തൊടിയിലും യഥേഷ്ടം കാണുന്നതാണ് പപ്പായ. നമ്മൾ തോരൻ വെക്കാനൊക്കെ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും, ആഴ്ചയിലൊന്നും കിട്ടാൻ സാധ്യതയില്ല, എന്നാൽ ഒരുപാട് ഉണ്ടാവുന്ന സ്ഥലമില്ലേ, അവരെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു സ്ക്രബായിട്ടോ ഇല്ലെങ്കിൽ സാധാ പപ്പായയുടെ ഒരു പഴുത്ത പീസ് ഉടച്ചിട്ട് ഇച്ചിരി പാലൊക്കെ അതിൽ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും നല്ല എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടും. ഒന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചോളൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഈ പപ്പായയുടെ ഈ ഒരു കാര്യം നമുക്ക് ഇവിടെ കിട്ടാത്തതുണ്ട്. തായ്ലൻഡിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരിച്ചതാണ്. കാരണം അവളുടെ കയ്യിൽ ഒരെണ്ണം കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് 1-2 പ്രാവശ്യം യൂസ് ചെയ്തു. നല്ലൊരു എഫക്റ്റാണ് അതിനെന്ന് മനസ്സിലാക്കിയ ശേഷം അവൾ നാട്ടിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്കിവിടെ ഒരെണ്ണം കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് പ്രത്യേകം കൊണ്ടുവരിച്ചതാണ്. പക്ഷേ വിദേശിയാണെങ്കിലും നല്ല സൂപ്പർ സാധനമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉള്ളവരവിടെ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഇതിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസോ കൊടുത്തിട്ട് കൊണ്ടുവരിക്കാൻ പറഞ്ഞാൽ നല്ല എഫക്റ്റുള്ള സാധനമാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ തന്നെ അതിൻ്റെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അവർ കാർഗോ ആയിട്ടോ കൊറിയറായിട്ടോ എങ്ങനെയെങ്കിലും അയച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും കയ്യിലില്ലാത്തവരാണെങ്കിലോ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഏറ്റവും നല്ലൊരു സാധനമാണ്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നൊരു കാര്യമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗപ്രദമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെയുള്ളവരാണെങ്കിലും അതിന് തായ്ലൻഡിൽ ആരെങ്കിലും കാണുന്ന മലയാളികളുണ്ടെങ്കിലും ഇതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചോളൂ കേട്ടോ. ഏറ്റവും നല്ലതാണ്. വാങ്ങിക്കുമ്പോൾ ഇത് ഒരുപാട് ടൈമിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.